ഹേ ഗേസ്, നൈനിറ്റാളിലെ ട്രിപ്പിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പോയത് യു പിയിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബാറ്ററി വണ്ടിയിലാണ് ഞങ്ങൾ താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഹലോ, ഞങ്ങൾ താജ്മഹൽ പോകട്ടോ. താജ്മഹലിൽ പോവാണ്. ഇവിടുന്നാണ് നമ്മുടെ ബാറ്ററി വണ്ടി. നമ്മളുടെ പൊല്യൂഷൻ ഫ്രീ ഏരിയ. ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ താജ്മഹൽ കാണാൻ പോകുന്നത്. ഇതിനു മുമ്പ് 2015 ഞാൻ വന്നായിരുന്നു ഇവിടെ. ഞാനും ചേട്ടനും മോനും അച്ഛനും അമ്മയൊക്കെ. ഇത് ചേട്ടൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സാണ് കേട്ടോ. അവരും അവരുടെ ഫാമിലിയും ആണ് ഞങ്ങളുടെ കൂടെ ഇപ്രാവശ്യം വന്നത്. ഇത് ഡയറക്റ്റ് താജ്മഹലിലേക്കൊന്നും പോവില്ല. താജ്മഹലിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് ഞങ്ങളിത് ഡ്രോപ്പ് ചെയ്യുക. ഇതിനു മുമ്പ് വരുമ്പോൾ ഇങ്ങനൊരു വണ്ടിയിൽ പോയതായിട്ട് എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു വണ്ടി ഇല്ലയെന്ന് തോന്നുന്നു. എൻ്റെ മൈൻഡിൽ അങ്ങനൊരു ഓർമ്മ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടിയിൽ ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് താജ്മഹലിനെ കുറിച്ച് അങ്ങനെ നമ്മൾ പുസ്തകത്തിൽ മാത്രം ഉള്ള ഒരു അറിവ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഗൈഡിനെ ഞങ്ങൾ വരുത്തിയത് അവർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ താജ്മഹൽ എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ട് നിർമ്മിച്ച്, ആരാണ് എന്നൊക്കെ അറിയാനും കുട്ടികൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗൈഡിനെ വരുത്തിയത്. താജ്മഹലിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഞങ്ങൾ ആ ബാറ്ററി വണ്ടി ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എൻട്രിക്കായിട്ടുള്ള ടിക്കറ്റൊക്കെ അവിടെ നിന്ന് എടുത്തു. കുട്ടികൾക്ക് ടിക്കറ്റൊന്നും വേണ്ട കേട്ടോ. റൗണ്ട് കോയിൻസ് പോലെയുള്ള രൂപത്തിലാണ് ടിക്കറ്റ് വരിക. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് എൻട്രി ആയി. അതിനുശേഷം ഗൈഡ് ഞങ്ങൾക്ക് ഈ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിട്ട് അതിനെപ്പറ്റി, താജ്മഹലിനെ പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. കുട്ടികൾക്ക് ഇത് നല്ല യൂസ്ഫുള്ളായി. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു കേട്ടോ. ഇതിനു മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ തന്നെയാണ്, ഈ ഒരു വഴി കൂടി തന്നെയാണ് ഞങ്ങൾ പോയത്. ഒരുപാട് വിദേശികളും അല്ലാത്തവരും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രൗഡായിരുന്നു ഈ ഒരു ദിവസം. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ല ചേഞ്ച് കേട്ടോ. ആ സമയത്ത് കത്തിക്കുന്ന വെയിലായിരുന്നു. ഈ ഒരു എനിക്കറിയില്ല, ഈ ഒരു സീസൺ ആയതുകൊണ്ടായിരിക്കാം അത്ര വെയിലൊന്നും അവിടെ അനുഭവപ്പെട്ടില്ല. പക്ഷേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് താജ്മഹലിൻ്റെ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു വഴിയാണ് നമ്മൾ നേരെ പോവുക. അതുവരെ നമ്മൾ താജ്മഹൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനൊരു പ്രത്യേകതയാണ് നമുക്ക് ഈ ഒരു കവാടം വഴി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരു വൈറ്റ് നിറത്തിലായിട്ടാണ് ഫസ്റ്റ് നമുക്ക് പുറത്തേക്ക് കാണുക. പിന്നെ അതിന് ശേഷം പുറത്തേക്ക് കടന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് താജ്മഹൽ മുഴുവനായിട്ട് കാണാൻ പറ്റുക കേട്ടോ. ഇത് താജ്മഹലിൻ്റെ മുമ്പിലുള്ള ഫൗണ്ടെയിനാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്നത് വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നതെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാത്ത സമയത്തുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. നമ്മൾ ഈ ഒരു ടൈമിലാണല്ലോ ട്രിപ്പ് പോവുക. ഈ ഒരു താജ്മഹൽ നിർമ്മിച്ചതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ ഷാജഹാൻ മുംതാസിന് വേണ്ടി നൽകിയ ഒരു
പ്രണയ സൗധമാണ് ഈ ഒരു താജ്മഹൽ. ഈ ഒരു താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലെ യമുന നദിയുടെ തെക്കൻ തീരത്താണ്. വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു താജ്മഹൽ പൂർത്തിയാകാനെടുത്ത സമയം എന്ന് പറയുന്നത് നമ്മൾ 1632 ഈ ഒരു നിർമ്മാണം ആരംഭിച്ചത്. എന്നിട്ട് അത് അവസാനിച്ചത് 1643. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മിനുക്കുപണികൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 10 വർഷം എടുക്കേണ്ടി വന്നു കേട്ടോ. മൊത്തം ഏകദേശം ഒരു 22 വർഷം കൊണ്ടാണ് ഈ ഒരു താജ്മഹലിൻ്റെ പൂർണ്ണമായിട്ട് വർക്കൊക്കെ കഴിഞ്ഞെന്ന് കണക്കാക്കപ്പെടുന്നത്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് താജ്മഹലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ. താജ്മഹൽ മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ഇത് പേർഷ്യൻ, ഇന്ത്യൻ, ഇസ്ലാമിക വാസ്തുവിദ്യാ ഘടകങ്ങളുടെ ഒരു സമന്വയമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ 4 മിനാരങ്ങളുണ്ട്. മിനാരങ്ങൾ എന്ന് പറഞ്ഞാൽ 4 സൈഡിലായിട്ട് കാണപ്പെടുന്ന ആ ഉയർന്നു നിൽക്കുന്ന 4 കെട്ടിടങ്ങളാണ് കേട്ടോ മിനാരങ്ങൾ. കെട്ടിടത്തിൻ്റെ വശങ്ങൾ വെളുത്ത മാർബിളിൽ സങ്കീർണമായ കൊത്തുപണികളും അറബിക് ലിപിയിലുള്ള കാലിഗ്രാഫിയും അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പ്രധാന കവാടത്തിലൂടെ കടന്നാൽ ശവകുടീരത്തിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മുംതാസ് മഹലിൻ്റെ ശവകുടീരം നമുക്ക് കാണാൻ പറ്റും. ഷാജഹാൻ്റെ ശവകുടീരവും പിന്നെ മുംതാസിൻ്റെ ആ ശവകുടീരത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഒരു യമുന നദിയുടെ തീരത്താണെന്ന് പറഞ്ഞല്ലോ. ആ യമുന നദിയാണ് ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. താജ്മഹലിൽ മനോഹരമായ പൂന്തോട്ടങ്ങളും പ്രശസ്തമാണ് കേട്ടോ. 3 വശങ്ങളിലും ഔപചാരികമായിട്ട് രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളുണ്ട്. അവ 4 ജലധാരകളാൽ വിഭജിക്കപ്പെട്ടിട്ടാണ് ഉള്ളത് കേട്ടോ. പൂന്തോട്ടങ്ങളിൽ ഫൗണ്ടനുകൾ, കുളങ്ങൾ, താമരക്കുളങ്ങൾ, വൃക്ഷങ്ങൾ, പൂക്കളുടെയും വിശാലമായ ശേഖരം എന്നിവയൊക്കെ കാണാൻ പറ്റും. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ. സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും കാരണം ഇത് ഇന്ത്യയുടെയും മുഗൾ സാമ്രാജ്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു ശക്തമായ ഒരു പ്രതീകമായിട്ടാണ് കാണപ്പെടുന്നത്. ഇനിയും ഈ താജ്മഹൽ കാണാത്തവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക കേട്ടോ. അത്രക്കും മനോഹരമാണ് ഈ താജ്മഹൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് താജ്മഹലിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് റെഡ് ഫോർട്ടിലുള്ള വീഡിയോ ആണ് കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ വീഡിയോ ഇത്ര വരെ കണ്ട് ആസ്വദിച്ചല്ലോ. ഇനി അടുത്ത വീഡിയോ വരേക്കും till then, bye. It's me, Josna Vlog, signing off. Bye.